വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലെക്ക ബോൾസ്. ലെക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് എക്സ്പാൻഡഡ് ക്ലേ അഗ്രിഗേറ്റ് ആണ്. ഇതൊരു സെമി ഹൈഡ്രോപോണിക്സ് ആണ്. മണ്ണ് പോലെ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ലെക്ക. പക്ഷേ ലെക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെക്ക എന്നത് കളിമണ്ണ് ചുട്ട് വികസിപ്പിച്ചുണ്ടാക്കുന്നതാണ്. കളിമണ്ണ് പ്രത്യേക യന്ത്രങ്ങളിൽ ഉയർന്ന താപനിലയിൽ ചൂടാക്കുന്നു. ഇതിലൂടെ കളിമണ്ണിലെ വായു വികസിക്കുകയും ഉള്ളിൽ ചെറിയ ചെറിയ കുമിളകൾ രൂപപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ലെക്ക നല്ലോണം സോക്ക് ചെയ്ത് വയ്ക്കാം. 12 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ വരെ നമുക്കിത് സോക്ക് ചെയ്യാം. ലെക്ക ബോൾസിൽ ഒരുപാട് പൊടികളുണ്ട്, അതുകൊണ്ട് തന്നെ അത് നല്ലോണം കഴുകിക്കളയാം. വെള്ളം തെളിയുന്നിടം വരെ കഴുകിക്കളയാം. ലെക്ക സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോൾസ് ഒന്നുമില്ലാത്ത ഒരു ചട്ടി, അടിഭാഗത്ത് കുറച്ച് വാട്ടർ ഫില്ല് ചെയ്യാം. അതിനുശേഷം ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഒരു ചട്ടിയിൽ ലെക്ക ബോൾസ് ഇട്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. എന്നിട്ട് ആ വാട്ടർ റിസർവയറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത ചട്ടി ഇറക്കി വയ്ക്കാം. അങ്ങനെ അതിനാവശ്യം അനുസരിച്ച് ഈർപ്പം വലിച്ചെടുത്തോളും. പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോൾസിൽ കൂടെ തിരിയിട്ടും തിരിയിടാതെയും നമുക്ക് ലെക്ക സെറ്റപ്പ് ചെയ്യാൻ പറ്റും. ലെക്ക സെറ്റപ്പ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇതൊരു വാട്ടർ റിസർവയറിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. മേളത്തെ ലെക്ക ബോൾസ് മോയിസ്റ്റ് ആയിട്ടിരിക്കാൻ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ന്യൂട്രിയൻസും വീക്ക്ലി വൺസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ പോത്തോസ്, ഫിലോഡെൻഡ്രോൺസ് അങ്ങനത്തെ ഒത്തിരി കെയർ കൊടുക്കാത്ത ഹാർഡി ആയിട്ടുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചില ചെടികളുണ്ടാവും മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ചെടികളെ നമുക്ക് ലെക്ക മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. തിരിയിടാതെ ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ഒരു പോട്ടിൽ എങ്ങനെ ലെക്ക സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ചട്ടിയും ചെടിയും നല്ലപോലെ കഴുകി വൃത്തിയാക്കുക. മണ്ണിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത്, ചെടി ചീഞ്ഞു പോകാനുള്ള കാരണമാവും. ലെക്ക ബോൾസിൽ കാപ്പിലറി ആക്ഷൻ വഴിയാണ് റിസർവോയറിൽ നിന്നും വെള്ളം വലിച്ചെടുക്കുന്നത്. അത് ഏകദേശം ഒരു 5 to 8 സെൻറ്റിമീറ്റർ വരെയാണ് അതിന് വെള്ളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഈ തിരി ഇട്ട ലെക്ക സെറ്റപ്പിൽ ചട്ടി മുഴുവനായിട്ട് മോയ്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മറ്റതിലാണെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് പറ്റുള്ളൂ. നമ്മളെടുത്ത ചട്ടിയുടെ ഏകദേശം മിഡിൽ പോർഷൻ വരെ കല്ല് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിഡിലായിട്ടാണ് ഈ ചെടി വയ്ക്കേണ്ടത്. ഒരു 1/4 ആ ഒരു ലെവലിലാണ് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ട്രാൻസ്പെറൻറ്റ് പോട്ടിലും എങ്ങനെ ലെക്ക നമുക്ക് സെറ്റപ്പ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ 3 to 5 ദിവസം സാധാ വെള്ളം മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് നമ്മൾ താഴത്തെ വാട്ടർ റിസർവോയറിൽ ഓൾറെഡി വെള്ളമുണ്ടല്ലോ, അതിൽ നിന്ന് മോയ്സ്ചർ വലിച്ചെടുത്തോളും. പിന്നീട് 5 തൊട്ട് 7 ദിവസത്തിന് ശേഷമാണ് ഡൈല്യൂട്ടഡ് സീവീഡ് ആഡ് ചെയ്യേണ്ടത്. 2 ആഴ്ച തൊട്ട് 3 ആഴ്ചയ്ക്ക് ശേഷം ന്യൂ ഗ്രോത്ത് കാണുമ്പോൾ മാത്രം ഒരു ഹൈഡ്രോപോണിക് ഫെർട്ടിലൈസർ യൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.